ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി അങ്ങനെ പ്രഹസനമൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോകാൻ റെഡിയായി. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് പോയി. ആക്ച്വലി കോളേജിൽ വന്നിട്ട് കുറച്ച് വിഷ്വൽസ് എടുക്കാൻ ഞാൻ മറന്നുപോയി, അതാണ് സത്യം. സോ നിങ്ങൾ ഈ ഹായ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ എന്തോ കളത്തിൽ ഒപ്പിച്ചിട്ട് വരുന്ന വഴിയാണ്, മുഖം കണ്ടാലറിയാം. ആൻഡ് ബർത്ത്ഡേ ആയിട്ട് നിൻ്റെ അഭിപ്രായം നിനക്ക് എന്താ പറയാനുള്ളത്? പറ. ഗൗരിയെ കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാ? ഈ സർപ്രൈസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഓവർ എക്സ്പ്രഷൻ ഇട്ട് കൊളാക്കുന്നതെന്ന്. കാരണം ഇവരിതെൻ്റെ ബാഗിൽ കൊണ്ടുവച്ചാൽ ഞാൻ നേരത്തെ കണ്ടിരുന്നു. പിന്നെ ഇവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ സർപ്രൈസ് ആവുന്ന പോലെ അഭിനയിച്ചതാണ്. ഇതൊന്നും അഭിനയമല്ല, ഇതൊക്കെ ഒറിജിനലാണ്. കാരണം സാധനം എന്തോന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതിന് ഇതെനിക്ക് ഇവർക്ക് കുറേ ക്യൂട്ട് ഐറ്റംസുള്ള ഐറ്റംസ് കാണിച്ചു. ഇവരെന്തൊക്കെ തന്നതെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓരോ ക്ലാസ് ഉണ്ടായിരുന്നു. അത് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എടുത്ത സ്ഥലമാണ്. ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ലൈബ്രറിയിൽ പോയിരുന്നു. കാരണം എനിക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൈബ്രറിയിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്തി. കാരണം വീട്ടിൽ വന്നിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ. അങ്ങനെ അമ്മയും കൂടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു. കവായി ജേണൽ ഇതെൻ്റെ കുറേ നാളിത് എൻ്റെ കാട്ടിലുണ്ടായിരുന്ന സാധനമായിരുന്നു. ആൻഡ് എൻ്റെ ഗേളി ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് തന്നു. താങ്ക് യു സോ മച്ച്. പേഴ്സണലായിട്ട് ഇത് ഞാൻ കാണിക്കത്തില്ല. ആൻഡ് ഇതൊക്കെ ഈ ക്യൂട്ട് ഐറ്റംസൊക്കെ എനിക്ക് അവർ തന്നേന്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റാണ്. താങ്ക് യു ഗൈസ്. ആൻഡ് അമ്മ വന്നപ്പോൾ എനിക്കൊരു പ്ലേറ്റ് ദോശ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. ആ ദോശയും ഫുള്ള് കഴിച്ച് ഞാൻ അവർ തന്ന ജേണലും വെച്ച് ഒരു ജേണൽ ചെയ്യാനായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.